ഹേ ഗായ്സ്, ഒരു ഗേൾസ് ഔട്ട് പോകാനാണ് കേട്ടോ ഞാനും എനിക്ക് ഇറങ്ങിയിരിക്കണത്. കുറച്ചധികം ദിവസമായി നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ട്. ഒരുമിച്ച് മെക്ഡിയിൽ വർക്ക് ചെയ്യണമെങ്കിലും നമുക്കുള്ള ഷിഫ്റ്റ് രണ്ട് സമയത്തായിരുന്നു. എനിക്ക് ഡേ ഷിഫ്റ്റ് ഇടുമ്പോൾ ആൾക്ക് നൈറ്റ് ഇടുമ്പോൾ എനിക്ക് ഡേയും. അതുകൊണ്ട് തന്നെ കുറേ ആയി നമ്മൾ ഒരുമിച്ച് ഷോപ്പിങ്ങിനും ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്നാൽ ഇന്ന് പോയി കുറച്ച് പൈസ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ ബിരിയാണി കഴിക്കാനാണ് ഒരു റെസ്റ്റോറൻറ്റ് വന്നത്. കഴിക്കാൻ വന്നത് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ബിരിയാണി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ പാളിയെന്ന്. തിന്നപ്പോഴും നമുക്ക് അതേ പറയാനുള്ളൂ, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പൈസ പോയി. പിന്നെ ഒരു വിധത്തിലാണ് കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിച്ചത്. പൈസ കൊടുക്കണതുകൊണ്ട് നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ടെഡിയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. കുറച്ച് അല്ലറചില്ല സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കാൻ. നമ്മൾ മെയിൻ സെൻറ്ററിലാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കടകളും നമ്മുടെ അടുത്തടുത്തുണ്ടായിരുന്നു. നമ്മുടെ ബിരിയാണി പാളിപ്പോയതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു എസ്തറ്റിക് കഫേ കയറി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ആ കഫേ കാണാൻ. ഞാനൊരു പാഷൻ ഫ്രൂട്ട് ഗ്രേപ്പും അനകൊരു റെഡ് കറന്റ് ബ്ലൂബെറിയും പറഞ്ഞു. പിന്നെ കുറേ നേരം നമ്മൾ ആ ഒരു വൈബ് എൻജോയ് ചെയ്തിട്ടോ അവിടെ ഇരുന്നിട്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രൈമാർക്ക് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ പോയി പൈസ കളയാൻ വിചാരിച്ചു. നമ്മളങ്ങനെ പൈസ കുറേ കളയുന്നവരല്ല കേട്ടോ, വല്ലപ്പോഴും. അത് കഴിഞ്ഞ് ആക്ഷനിലും ആൽദിയിലും കൂടി കയറി നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങിന് 4 കടയും ഫുഡ് അടിക്ക് വേണ്ടി 2 കടയിലും കയറി. അങ്ങനെ ടോട്ടൽ 6 കടയിലാണ് ഇന്ന് കയറിയിരിക്കുന്നത്. കടയിൽ കയറി മേടിച്ചത് ഉത്സാഹമൊന്നും നമുക്ക് അവസാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ ബാഗും നിറഞ്ഞ് ഒരു സഞ്ചി പൊട്ടി. അതാണെങ്കിൽ പ്രത്യേകം അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്തതായിരുന്നു. ഇതെല്ലാം സഹിച്ചിരുന്നപ്പോഴാണ് 30 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ബസ്. അങ്ങനെ എങ്ങനെയോ വീട്ടിലെത്തി. ചടാ.